ന്യൂസ് 18 ബിഗ് ബ്രേക്കിംഗ്. മുനമ്പം മനുഷ്യക്കടത്ത് കേസിൽ കൂടുതൽ ഏജന്റുമാരുടെ പേരുകൾ ന്യൂസ് 18 പുറത്തുവിടുന്നു. ഡൽഹിയിൽ പിടിയിലായ പ്രഭു വെസ്റ്റ് ദണ്ഡപാണിയാണ് ശ്രീകാന്തിന് പുറമെയുള്ള ഇടനിലക്കാരുടെ പേരുകൾ ന്യൂസ് 18നോട് പറഞ്ഞത്. 1000 പേരെ ന്യൂസിലൻഡിലേക്ക് ആവശ്യമുണ്ട് എന്ന് ഓൺലൈനിൽ വിവരം നൽകിയായിരുന്നു മനുഷ്യക്കടത്ത്. മുനമ്പം മനുഷ്യക്കടത്തിനെക്കുറിച്ച് ഡൽഹിയിൽ അറസ്റ്റിലായ പ്രഭു എന്ന ദണ്ഡപാണി പറയുന്നത് ആരൊക്കെയായിരുന്നു ഇടനിലക്കാർ? रविंद्र और श्रीकांत. എങ്ങനെയാണ് രവീന്ദ്രയിലേക്കും ശ്രീകാന്തിലേക്കും എത്തിയത്? गवर्नमेंट ने बोला है कि 2019 से 2020 तक मैं 1000 इंसान को मैं पीपल को ले सकता हूँ, तुम आओ, ऐसे बोला है. उसमें नेट में डाल रखा है. तो उसलिए ये अरेंजमेंट करके മുൻപ് സമാനമായ യാത്രകൾ നടത്തിയിരുന്നു. इससे पहले भी 3 बोट ऑस्ट्रेलिया गया था. इसी बंदे ने भेजा था ऑस्ट्रेलिया. എന്തുകൊണ്ടാണ് ഇത്തവണ പ്രഭു പോകാത്തത്? हम नया शिप देख के ना भैया हमको थोड़ा डर लग गया कि इतना दूर है, इतना छोटा शिप है, इसलिए हम करने पे हमने बोला हमारे बच्चे बीवी को उतार दो. എന്തുകൊണ്ടാണ് ന്യൂസിലാൻഡ് തെരഞ്ഞെടുത്തത്? ऑस्ट्रेलिया में कोई बंदा आ नहीं सकता, तो इसलिए न्यूजीलैंड जाने के लिए इन्होंने प्रोग्राम बनाया. ന്യൂസിലാൻഡിലേക്ക് പുറപ്പെട്ടവരിൽ 100 സ്ത്രീകളുണ്ടെന്നാണ് പ്രഭുവിന്റെ വെളിപ്പെടുത്തൽ. लेडीज कम से कम नहीं तो 100. ബോട്ടിന്റെ അടിത്തട്ടിൽ വരെ സ്ഥലമുണ്ടാക്കിയാണ് ആളുകളെ കുത്തിനിറച്ചതെന്നാണ് പ്രഭു പറയുന്നത്. പ്രഭുവിന്റെ വെളിപ്പെടുത്തൽ വിരൽ ചൂണ്ടുന്നത് അതീവ ഗൌരവമേറിയ സുരക്ഷാ വീഴ്ചയിലേക്കും മനുഷ്യാവകാശ ലംഘനത്തിലേക്കുമാണ്. ഡൽഹിയിൽ നിന്ന് എം ഉണ്ണികൃഷ്ണനോടൊപ്പം സുവി വിശ്വനാഥൻ, ന്യൂസ് 18 തൃശൂർ. മുനമ്പം മനുഷ്യക്കടത്ത് കേസിലെ ആദ്യ അറസ്റ്റാണ് ഡൽഹിയിൽ കേരള പോലീസ് രേഖപ്പെടുത്തിയത്. മുനമ്പത്തെത്തിയ ശേഷം ഭയന്ന് പിന്മാറിയ പ്രഭുവിന്റെ അറസ്റ്റോടെ കേസിലെ ദുരൂഹത നീക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് പോലീസ്. പണത്തോടുള്ള ആർത്തി കൊണ്ടാണ് സംഘം സാഹസികമായി വിദേശത്തേക്ക് പുറപ്പെട്ടതെന്നായിരുന്നു ബന്ധുക്കളുടെ പ്രതികരണം. പ്രധാന പ്രതിയെക്കുറിച്ച് കൃത്യമായ ധാരണ ലഭിച്ചതായി റൂറൽ SP രാഹുൽ ആർ നായർ പറഞ്ഞു. ഡൽഹിയിലെത്തിയ കേരള പോലീസ് സംഘം അതീവ സാഹസികമായാണ് പ്രഭുവിനെ കണ്ടെത്തിയത്. ഡൽഹിയിൽ നിന്ന് ബന്ധുക്കൾക്കും അയൽക്കാർക്കും ഏജന്റുമാർക്കുമൊപ്പം മുനമ്പത്തെത്തിയ ആളാണ് പ്രഭു. ബന്ധുക്കളെ കയറ്റിവിട്ട ശേഷമാണ് പ്രഭു ഡൽഹിക്ക് മടങ്ങിയത്. മുമ്പും ഓസ്ട്രേലിയയിലേക്ക് പോയിട്ടുള്ള പ്രഭുവിന് മനുഷ്യക്കടത്ത് സംഘവുമായി അടുത്ത ബന്ധമുണ്ടെന്നാണ് പോലീസ് വിലയിരുത്തൽ. വീട്ടുകാരുടെ വാക്ക് കേൾക്കാതെയാണ് ന്യൂസിലാൻഡിലേക്ക് ആളുകൾ പോയതെന്ന് പ്രഭുവിന്റെ അമ്മ ന്യൂസ് 18നോട് പറഞ്ഞു. ആസൂത്രണം അറിഞ്ഞില്ല, പണത്തോടുള്ള ആർത്തി കൊണ്ടാണ് ഇവർ വിദേശത്ത് പോയതെന്നായിരുന്നു പ്രതികരണം. बच्चे लालच दिया, कैसे गया ये हमें पता नहीं है. यहाँ से चले गए, हम यहाँ से जब गए थे जब ये यही बोला हम यहाँ से घूमने जा रहे हैं. बाद में पता चला एक जो कोई आ रहा है कोई जा रहा है. जब पता चल रहा है कहीं निकल गए बच्चे. अब ये पता नहीं कहाँ निकल गए ये नहीं. കുടുംബത്തിൽ നിന്ന് 5 പേർ പോയതായി പ്രഭുവിന്റെ അമ്മയുടെ സഹോദരി സരസ്വതി ന്യൂസ് 18നോട് വെളിപ്പെടുത്തി. സരസ്വതിയുടെ മക്കളായ സുനിൽകുമാറും സുജിത്തും സംഘത്തിലുണ്ട്. என் பரிவாரில் வந்து என் மருமைய, என் மக, என் பேரை, என் மைங்க 2 பேர். அதுதான் என் குடும்பத்தில் மொத்தம் 5 பேர் போயிருக்காங்க. இந்த ஊரில் பிழைக்க வழியிலன்ட்டு சொல்லாமல் கொள்ளாமல் பிழைக்க வழியிலன்ட்டு அவங்களே கிளம்பி போயிட்டாங்க. அவங்க கொஞ்சம் பெரிய பையங்கள் ஆயிட்டாங்க. அவங்களுக்கு ரெக்க முளைச்சிருச்சுன்னு அவங்களே எங்களையே விட்டுட்டு போயிட்டாங்க. எங்களையே அவரையும் என்னையும் விட்டுட்டே போயிட்டாங்க. പ്രധാന പ്രതികളെക്കുറിച്ച് കൃത്യമായ ധാരണ ലഭിച്ചതായി റൂറൽ SP രാഹുൽ ആർ നായർ പറഞ്ഞു. അന്വേഷണത്തിനെ സംബന്ധിച്ച് എനിക്ക് ഒരു കാര്യം മാത്രമേ പറയാൻ പറ്റുള്ളൂ, അത് പുരോഗമിക്കുന്നുണ്ട്, നല്ല രീതിയിൽ പുരോഗമിക്കുന്നുണ്ട്. പ്രഭുവിനെ ചോദ്യം ചെയ്തതിലൂടെ രവീന്ദ്ര, ശാന്തകുമാർ, ശ്രീകാന്ത് എന്നിവരാണ് സൂത്രധാരന്മാരെന്ന് പോലീസിന് വ്യക്തമായ വിവരം ലഭിച്ചു. കേരളത്തിലെത്തി ന്യൂസിലാൻഡിലേക്ക് കടക്കാനുള്ള നീക്കങ്ങൾ തികച്ചും ആസൂത്രിതമായിരുന്നുവെന്നാണ് പോലീസിന് ലഭിക്കുന്ന വിവരങ്ങളിലൂടെ വ്യക്തമാകുന്നത്. ഇതിന്റെ സൂത്രധാരകരെ പിടികൂടുക എന്നതാണ് പോലീസിന് മുന്നിൽ ഇനിയുള്ള വെല്ലുവിളി. അംബേദ്കർ നഗർ പോലീസ് സ്റ്റേഷനിൽ നിന്നും ക്യാമറമാൻ KP ധനേഷിനൊപ്പം M ഉണ്ണികൃഷ്ണൻ, ന്യൂസ് 18.